തുർക്കിയുടെ വേൾഡ് കപ്പ് ജേർണിക്ക് അങ്ങനെ അന്ത്യം എന്നിരിക്കണം. അപ്പോൾ പരാഗ്വെക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം തുർക്കിയുടെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ തുർക്കിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കളിയിലും പരാഗ്വെക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ഒന്നും വിജയം കണ്ടെത്താൻ തുർക്കിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരൊറ്റ ഗോൾ പോലെ അടിക്കാൻ തുർക്കി ടീമിൽ കഴിഞ്ഞിട്ടില്ല. കാരണം രണ്ട് കളിയിലുമായി ടോട്ടൽ 60 ഷോട്ടൊക്കെ അടിച്ചിട്ട് 0 ഗോളാണ്. XG വളരെ താഴെയാണെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ വമ്പൻ എൻട്രിയൊക്കെ വെച്ച് വന്ന ടീമായിരുന്നു തുർക്കി. മീഡിയൊക്കെ വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയതാണ്. അപ്പം തുർക്കിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മോശമില്ലാത്തൊരു സ്കോഡൊക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ വേൾഡ് കപ്പിലേക്ക് തുർക്കി അപ്രോച്ച് ചെയ്യുന്നത്. ചാനോഗ്ലു, ആർദ ഗുള്ളർ, എൽദിസ് അടങ്ങുന്ന വമ്പൻ താരനിരകളൊക്കെ ഉണ്ടായിരുന്ന ടീമാണ്. എങ്കിലും ഒരു ഗോളോ ഒരു വിജയമോ കണ്ടെത്താൻ തുർക്കിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെയാണ് തുർക്കി വേൾഡ് കപ്പിൽ നിന്ന് പുറം പോകുന്നത്. അപ്പം എന്താവും ഇനി തുർക്കിയുടെ ഭാവി നമുക്ക് നോക്കി കാണേണ്ട ഒരു സിറ്റുവേഷനാണ്.